ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെസ്റ്റ് ഡേനെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് എക്സസൈസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് നമ്മൾ പറയാൻ പോണത് ഫ്ലാറ്റിൽ ഡംബൽ പ്രസ്. അപ്പോൾ ഇതിൽ ഡംബൽ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് കുറച്ചൊരു റേഞ്ച് ഓഫ് മോഷൻ കിട്ടും റാദർ ദാൻ ബാർബെല്ലിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവ്മെന്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മൂവ്മെന്റ് എന്തായാലും ഡംബൽ പ്രസ്. അപ്പോൾ ഫ്ലാറ്റിൽ നിങ്ങൾ പ്രസ് അടിക്കുമ്പോൾ അതായത് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഞാൻ അടിക്കുമ്പോൾ എത്ര എനിക്ക് ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റുന്നു അത്രയും ഡീപ്പായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടാണ് പുഷ് ചെയ്യണത്. റെപ്പ് റേഞ്ച് ഇവിടെ ഞാൻ ഒരു 6 to 8 ആണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു സെറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ബാർബെല്ലിനെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പ്രിഫർ ചെയ്യാൻ കാരണം ഡംബൽ എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് ഓഫ് മോഷൻ കാരണം എത്ര നമുക്ക് ആ ചെസ്റ്റിന് ആ ഡീപ്പ് റേഞ്ച് ഓഫ് മോഷൻ എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് നന്നായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡംബലോട് പ്രിഫർ ചെയ്യണത്. അപ്പം ഇത് നിങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു 3 sets എങ്കിലും അടിക്കാം. അത്യാവശ്യം നല്ല ഹെവി. ഇനി 2 ഹെവി സെറ്റ്സും ഒരു ബാക്ക് ഓഫ് സെറ്റ് അടിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ 3 sets ഓഫ് ഫ്ലാറ്റ് ഡംബൽ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഇൻക്ലൈനാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഞാൻ പുഷ് പുൾ എക്സ് അടിക്കണം. അപ്പോൾ രണ്ട് ചെസ്റ്റ് 2 വട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഡേ ബി. അപ്പോൾ ഡേ ബിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്ലാറ്റ് ആദ്യം അടിക്കും, എന്നിട്ട് ഇൻക്ലൈൻ അടിക്കും. ഡേ എ എന്ന് പറയുമ്പോൾ ഇൻക്ലൈൻ പ്രയോറിറ്റി, എന്നിട്ട് ഫ്ലാറ്റ് അടിക്കും. അപ്പോൾ എൻ്റെ സെക്കൻഡറി മൂവ്മെന്റ് എന്തായാലും ഇൻക്ലൈനാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഞാൻ 2 എക്സസൈസ് വേണ്ട രണ്ടാമത്തെ എക്സസൈസ്. ഇൻക്ലൈൻ നിങ്ങൾ ആദ്യം ജിമ്മിൽ കയറുമ്പോൾ തൊട്ട് അടിച്ചോളണം. കാരണം ആ ഒരു അപ്പർ ഷെൽഫ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ചെസ്റ്റിന്റെ അത്രയ്ക്കും എന്താ പറയുക ഒരു മേജർ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നത് നിങ്ങളുടെ ബോഡിയിൽ ചെസ്റ്റിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ അപ്പർ ചെസ്റ്റ് ആണ്. അപ്പോൾ ആ ഷെൽഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് അപ്പർ ചെസ്റ്റിന്റെ ഡിവോട്ട് ചെയ്യണം ഒരു പെർട്ടിക്കുലർ സെഷനിൽ. നമുക്കിനി ഇൻക്ലൈൻ ഞാൻ പക്ഷെ ഇത് ബാർബെല്ലിൽ അടിക്കാൻ പോണം. ഞാൻ കുറെ നാള് ഡംബെല്ലിൽ അടിച്ചു. ഒന്ന് ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടി ബാർബെല്ലിൽ അടിക്കണം ഇങ്ങോട്ട്. അപ്പോൾ ഇൻക്ലൈനിൽ നമ്മൾ നോക്കി കഴിഞ്ഞാലും ഞാൻ സ്ട്രെച്ചിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എത്ര മൂവ്മെന്റ് ഡീപ്പായി കൊണ്ടുപോകാൻ പറ്റും അത്രയ്ക്കും ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ. അതാണ് മേജർ പോയിന്റ്. പിന്നെ ഒരു വെയിറ്റ് ചൂസ് ചെയ്യുക, അതായത് ഒരു 6 to 8 റെപ്പ് അടിക്കേണ്ട രീതിയിൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ എല്ലാ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റ് ആവട്ടെ ഇൻക്ലൈൻ ആവട്ടെ ഡിക്ലൈൻ ആവട്ടെ ഷോൾഡർ ബ്ലേഡ്സ് കുറച്ച് പിന്നിക്ക് റൗണ്ട് ആക്കുക, എന്നിട്ട് ചെസ്റ്റ് കുറച്ചുകൂടി അതായത് പുറത്തേക്ക് ബാർജിങ് ചെയ്യാൻ പോലെ നിൽക്കുക. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പുഷ് ചെയ്യാൻ പറ്റും. ലെഗ് നന്നായി ഡ്രൈവ് ചെയ്യുന്നു, ലെഗ് നന്നായി ഗ്രൗണ്ടിലേക്ക് നന്നായി പ്രസ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്യുക മൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റിൽ. അതാണ് ഇത്. നമ്മൾ ഏകദേശം ഒരു 3 സെറ്റ് തന്നെ അടിക്കും, ഒരു 6 to 8 റെപ്പ്. അപ്പോൾ നമ്മളിവിടെ 3 sets 6 to 8. പിന്നെ ഒരു വേറൊരു പോയിന്റ് പറയാനുള്ളത് ഡ്രോപ്പ് സെറ്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പം ഞാൻ ഒരു ഡ്രോപ്പ് സെറ്റ് അടിച്ച് അപ്പം അങ്ങനെ അടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി പുഷ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഫെയിലിയർ ആയിട്ടുള്ള സെറ്റിനെ വീണ്ടും നമ്മൾ പുഷ് ചെയ്യും. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർട്രോഫിക്ക് ഒരു രീതിയിൽ നല്ലതാ. ഞാൻ പറയുന്നത് എല്ലാം അടിക്കണം എന്നല്ല, എല്ലാം വർക്കൗട്ടിൽ അടിക്കണം എന്നല്ല, വല്ലപ്പോഴും ഡ്രോപ്പ് സെറ്റ്സ് ആഡ് ചെയ്യുമ്പോഴും നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് ഹൈപ്പർട്രോഫിക്ക്. ഞാൻ ചെയ്യാറുണ്ട് വല്ലപ്പോഴും ഒരു സെറ്റ് അടിച്ച് ഇപ്പോൾ 6 to 8 എന്നുള്ള ചിലപ്പോൾ 5 reps പോയുള്ളൂ. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്നിട്ട് ഡ്രോപ്പ് സെറ്റ് അടിക്കും. അപ്പം എന്നിട്ട് ഏകദേശം ഒരു 8 റെപ്പിലേക്ക് എത്തിക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് ഫെയിലിയർ തന്നെ. അപ്പോൾ ഡ്രോപ്പ് സെറ്റ്സും ഒരു സിഗ്നിഫിക്കൻറ്റ് രീതിയാണ് ചെസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊരു മസിൽ ഫോർ ദാറ്റ് മാറ്റർ ഇൻഫാക്ട് ഇംപ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള 2 എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഒരു ചെസ്റ്റ് ഡെവലപ്മെന്റ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ.
ഫ്ലാറ്റും ഡംബലും. അപ്പൊ 3 3 സെറ്റ് 6 സെറ്റ്സ് അടിച്ചു. എന്റെ മിക്ക വർക്കൗട്ടിലും മൂന്നാമത്തെ എക്സസൈസ് എന്തായാലും പോയാൽ ഒരു ഫ്ലൈ ആവും. രണ്ട് പ്രസിംഗ് മൂവ്മെന്റ്സും ഒരു ഫ്ലൈയും. ഞാൻ ഒന്നില്ലെങ്കിൽ ചില ദിവസം പെഗ്ഡെക്കിൽ അടിക്കും, അല്ലെങ്കിൽ ചില ദിവസം കേബിളിൽ അടിക്കും. കേബിളിൽ ലോവർ, അപ്പൊ ഇന്ന് കേബിളിൽ ലോവർ അടിക്കണം. ഇതാണ് ബേസിക്കലി ഒരു ചെസ്റ്റ് ഡേ. എല്ലാ സെറ്റ്സും ടു ഫെയിലിയർ ആണ്, അത് നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് കുറെ വോള്യൂം ഇല്ലാത്ത എന്റെ വർക്കൗട്ട്. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇന്ന് ആപ്സ് അടിക്കണം. അപ്പൊ ഞാൻ രണ്ട് ആപ്സ് എക്സസൈസും പറഞ്ഞുതരാം ഇനി. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾ കണ്ടു. ഞാൻ ആപ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഹാങ്ങിങ് ലെഗ് റൈസ് അടിക്കണേ. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാറിലും അടിക്കാം, വേണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അസിസ്റ്റഡിലും അടിക്കാം. ഞാനിതാ പ്രിഫർ ചെയ്യണം, കാരണം എനിക്ക് അപ്പോൾ കോറിനെ പ്രോപ്പറായിട്ട് എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഹാങ്ങിങ് അടിക്കണേക്കെ ഭേദം. അപ്പോൾ സെറ്റ്സ് ഞാനൊരു 3 സെറ്റ് അടിക്കും, 12 to 15 എന്നുള്ള റെപ്പ് റേഞ്ചിൽ. നിങ്ങൾ കുറേ ഇങ്ങനെ ആപ്സ് വർക്കൗട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സ് ഒരിക്കലും വരില്ല. കാരണം ഫാറ്റ് പെർസെൻറ്റേജ് എത്ര കുറയണു അതിനനുസരിച്ചാണ് ആപ്സിന്റെ വിസിബിലിറ്റി ഉണ്ടാവുക. അല്ലാണ്ട് ഒരു നല്ല ഫാറ്റ് പെർസെൻറ്റേജ് ഉണ്ട് പക്ഷെ ആപ്സ് വർക്കൗട്ട് മാത്രമേ ചെയ്യണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. ആപ്സ് മറ്റുള്ള മസിലിനെ പോലെ തന്നെ ട്രെയിൻ ചെയ്യുക, 2 അല്ലെങ്കിൽ 3 വീക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ. ഫസ്റ്റ് എക്സസൈസ് അപ്പോൾ ഹാങ്ങിങ് ലെഗ് റൈസ് 3 സെറ്റ്സ്. എക്സസൈസ് ഞാൻ ക്രഞ്ചസ് അടിക്കണേ. എനിക്കിവിടെ എക്യുപ്മെന്റ് ഉണ്ട്, മോസ്റ്റ് പ്രോബ്ലി എല്ലാ ജിംസിലും ഉണ്ടാവും. ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ കേബിൾ മെഷീനിൽ ഒരു റോപ്പ് വെച്ച് അടിച്ചാലും മതി. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് അത്യാവശ്യം വെയിറ്റ് പുഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിമം 8 reps 8 to 12 എന്നുള്ള രീതിയിൽ നല്ല അത്യാവശ്യം വെയിറ്റ് പുഷ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. കാരണം സാധാരണ ഇങ്ങനെ ഒരു എക്സസൈസ് അതുപോലെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ ഞാൻ ഒബ്ലീക്സിനനുസരിച്ച് വരുമ്പോൾ ഒബ്ലീക്സിന് ഞാൻ ഒരു ഫ്രീക്വൻസി 1 to 2 ടൈംസ് അടിക്കാറുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് റഷ്യൻ ട്വിസ്റ്റ് ആണ്. അതെല്ലാവർക്കും അറിയാലോ, ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ അതാണ് ഞാൻ ചെയ്യാറ്. ഒരു 2 to 3 സെറ്റ്സ്, ഏകദേശം ഒരു 30 reps, മീൻസ് 2 സൈഡ് ആകുമ്പോൾ 30 reps. അപ്പൊ അതാണ് എൻ്റെ ആപ്സ് വർക്കൗട്ട്. അപ്പോ ഇതാണ് എനിക്ക് ചില കീ ആയിട്ടുള്ള ചെസ്റ്റിനും ആപ്സിനും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സീ യു അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.